എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ക്യാരറ്റ് കറി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം ഒന്ന് വാടുമായിരിക്കും. എന്തിനു കൊള്ളാം, ക്യാരറ്റ് കറിയൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ ഇത് നല്ല രുചിയാണ് കേട്ടോ. എൻ്റെ 6 വയസ്സുകാരനൊക്കെ ഈ കറി കൊടുത്തു കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കി പെറുക്കി തിന്നുന്നുണ്ടായിരുന്നു. ഇത് നല്ല രുചിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്തായാലും ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും കറിക്കകത്ത് ഉണ്ടാവത്തില്ല, നല്ല നല്ല രുചി ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 3 ക്യാരറ്റ് ചിരണ്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. 3 മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ വണ്ണം കുറഞ്ഞ ക്യാരറ്റ് അങ്ങനെ തന്നെ ഞാൻ വട്ടത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. നല്ല വണ്ണം ഉണ്ടായിരുന്ന ക്യാരറ്റ് ഞാൻ നടുവേ ഒന്ന് കീറിയിട്ടാണ് വട്ടത്തിൽ മുറിച്ചിട്ടത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ള ക്യാരറ്റൊക്കെ ആണെങ്കിൽ പിള്ളേരൊക്കെ എടുത്ത് കളഞ്ഞാലോ എന്നോർത്ത് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ തന്നെ മുറിച്ചിടണം നിർബന്ധമൊന്നുമില്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കാം. ഇനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് നേക്കനെ വെള്ളം ഒഴിച്ച് ഒരു 1/4 ടീസ്പൂണിന് മേലെ ഉപ്പും കൂടി ചേർത്തിട്ട് 2 വിസിലടിച്ച് വേവിക്കുകയാണ് കേട്ടോ. അത് വിസിൽ നമ്മളുടെ ഓരോ കുക്കറിൻ്റെയും അനുസരിച്ചിരിക്കും. പിന്നെ ഇങ്ങനെ കുക്കറിൽ തന്നെ വേവിക്കണമെന്നൊന്നുമില്ല, ചുമ്മാ ഒരു ചരുവത്തിൽ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും വേവിച്ചാലും മതി കേട്ടോ. കുക്കർ വിസിലടിച്ച് അതിൻ്റെ കാറ്റൊക്കെ പോയി വരുമ്പോഴേക്കും നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിഞ്ഞപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. ജീരകം പൊട്ടി കഴിയുമ്പം ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഞാനൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് എനിക്ക് വേറെ പണിക്ക് പോകണമായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് വഴന്ന് തുടങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ ഒരു 1/2 ഇഞ്ചോളം നീളത്തിൽ വരുന്ന ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 4-5 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ തക്കാളി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണ്. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മൂടി വെച്ച് വേവിക്കുമ്പം ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തക്കാളി ഒരുവിധം ഒന്ന് സോഫ്റ്റായിട്ട് ഉടഞ്ഞു തുടങ്ങുമ്പോഴുണ്ടല്ലോ ഒരു 1/2 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചിരകിയത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് നേരത്തേന് ഇതും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിക്കഴിയുമ്പം വാങ്ങിയെടുക്കാം കേട്ടോ. അതപ്പോൾ ഈ സമയത്ത് എൻ്റെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കുക്കർ വിസിലടിച്ച് അതിൻ്റെ കാറ്റൊക്കെ പോയി വന്നിട്ടുണ്ട്. അതൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിൽ എടുത്തിട്ടേ ഞാൻ വേറൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് അമർത്തി നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മുറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. ഈ ഒരു പാകത്തിന് ക്യാരറ്റ് വെന്ത് കിട്ടണം കേട്ടോ. അതും അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവോള, തക്കാളി, തേങ്ങ മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറിക്കഴിയുമ്പോഴുണ്ടല്ലോ അതിന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ടങ്ങ് അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത് പൊട്ടിക്കാം. ജീരകം പൊട്ടി കഴിയുമ്പം 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചുമ്മാ ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വേണം, അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോവേ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് വടിച്ചിട്ടതിന് ശേഷം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് വടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അരപ്പ് നല്ലപോലെ കുറുകിയല്ലായിരുന്നു ഇരുന്നേ. അപ്പം മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരപ്പൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് ഒന്ന് വടിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചത്. എന്നിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് തീയിനി ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കാം കേട്ടോ. ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂണിന് മേലെ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു ചുമന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയാണ്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തീ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവേ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പം ആ ക്യാരറ്റ് വേവിച്ച വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കാം.
ഇത് ക്യാരറ്റും ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുമ്പോഴും വല്ലാതെ കുറുകിയൊക്കെ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നതെങ്കിൽ ഒരു ഇച്ചിരി കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് പാകത്തിനായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. അപ്പം ഞാനിതൊരു 3-4 മിനിറ്റത്തേന് മൂടി വെച്ച് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം വേണമെന്നുള്ളവർക്ക് ഇതുപോലെ കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല. ഒന്ന് കുറുകി തുടങ്ങിയപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മുളക് പൊടി ചേർക്കുന്ന സമയത്ത് കൂടുതൽ മുളക് പൊടി ചേർത്തിട്ടുള്ളവരാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഞാനൊരു 1 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചു. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകിക്കോളും. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി കിട്ടുവേ. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില വേണമെന്നുള്ളവർക്ക് അത് ഒരിത്തിരി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മല്ലിയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പം തിളപ്പൊക്കെ നല്ലപോലെ മാറി കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടിയും അപ്പത്തിൻ്റെയോ ദോശയുടെയോ ചപ്പാത്തി പൂരി പത്തിരി ഇതിൻ്റെയൊക്കെ അതുപോലെ ഇടിയപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക.